അബ്ദുൾ റഷീദ് കൂടി ദില്ലിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. റഷീദ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. റഷീദ്, ഏതായാലും പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഇന്ന് നടക്കാനിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമുള്ള പാർലമെന്റ് സമ്മേളനമാണ്. ശീതകാല സമ്മേളനം ആരംഭിക്കാൻ പോകുന്നതിന് മുന്നോടിയാണ് ഇപ്പോൾ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കപ്പെടുക? കാരണം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. വർഷകാല സമ്മേളനം വെട്ടിച്ചുരുക്കിയതാണ്. അന്നും വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം പാർലമെന്റിൽ ഉന്നയിക്കാൻ നോക്കിയപ്പോൾ അതിന് കഴിയാതെ പോയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല അട്ടിമറികളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സർവകക്ഷി യോഗത്തിൽ ഒരു ധാരണയാകുമോ? പാർലമെന്റിലേക്ക് ഇക്കാര്യങ്ങളൊക്കെ എത്തുമോ? വിനിഷ, നാളെ മുതൽ ആരംഭിക്കാനിരിക്കുന്ന ശീതകാല സമ്മേളനത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ടാണ് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ച് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടികളിലെയും നേതാക്കൾ പങ്കെടുക്കുകയും എം പിമാരടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്യും. പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ യോഗം ചേരുക. ഈ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ തന്നെയും പിന്തുണ സഭാ സമ്മേളനത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതേസമയം വലിയ പ്രതിഷേധങ്ങൾ ഇത്തവണയും സഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും വോട്ട് ചോരി ആരോപണം, SIR തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങളിലൊക്കെ തന്നെയും സഭ പ്രക്ഷുബ്ധമാക്കാനായിരിക്കും പ്രതിപക്ഷം തീരുമാനിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളും ഇന്നും നാളെയുമായി ചേരുകയും ചെയ്യും. എന്തായാലും നിരവധിയായിട്ടുള്ള ബില്ലുകളാണ് ഇത്തവണ പാർലമെൻറ്റിൻ്റെ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലേറെ പ്രധാനപ്പെട്ടത് ആണവ വൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുമുള്ള ഒരു സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകളാണ്. അതിൽ വലിയ പ്രതിഷേധം ഉയരാൻ തന്നെയായിരിക്കും സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം UGC അടക്കം അട്ടിമറിച്ചുകൊണ്ട് ഏകീകൃത വിദ്യാഭ്യാസ നയത്തിലേക്ക് രാജ്യം കടക്കുന്നു എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ബില്ലുകൾ കൂടി ഇത്തവണ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള ചില ബില്ലുകൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഏകീകരണത്തിലുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ഇത്തവണയും രണ്ട് പാർലമെൻറ്റുകളിലും രണ്ട് സഭകളിലും ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രക്ഷോഭം ഇത്തവണയും ഇരുസഭകളിലും പ്രതിപക്ഷം ഉയർത്തുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും വലിയ പ്രതിഷേധങ്ങളും വലിയ ചോദ്യങ്ങളും സഭകളിൽ പ്രതിപക്ഷ എം പിമാരൊക്കെ തന്നെയും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതേസമയങ്ങളിൽ സഭാ സമയം വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കായിരുന്നു സഭ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണയും സഭ പ്രക്ഷുബ്ധമാകുമോ എന്നുള്ളത് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുകയും ചെയ്തത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും കുറഞ്ഞ നാളുകളിൽ മാത്രം സഭ സമ്മേളിക്കാൻ പോവുകയാണ്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. 1-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ 19-ാം തീയതി വരെയാണ് സഭയുടെ ഷെഡ്യൂളുകൾ എങ്കിൽ പോലും അവധി ദിനങ്ങൾ ഒഴിവാക്കിയാൽ 15 ദിവസം മാത്രമായിരിക്കും സഭ സമ്മേളിക്കുക. ഈ ഒരു 15 ദിവസത്തിനിടയിൽ കേന്ദ്ര സർക്കാർ എന്ത് നയമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് പാർലമെന്റ് ഫോബിയയാണ് എന്നതടക്കമുള്ള ചില ആരോപണങ്ങളും വിമർശനങ്ങളും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പാർലമെന്റിന് മുന്നോടിയായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ചായിരിക്കും യോഗം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർലമെൻറ്റിൽ പ്രതിപക്ഷം എടുക്കേണ്ട നിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ യോഗം വിലയിരുത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ മറ്റു എം പിമാർക്കടക്കം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 15 ദിവസമായിരിക്കും ഇത്തവണ പാർലമെൻറ്റ് സമ്മേളനം ഉണ്ടാവുക. ഇതിൽ നിർണായകമായിട്ടുള്ള ചില ബില്ലുകൾ കൊണ്ടുവരാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതേസമയം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനം ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിനിഷ.